ബീഹാറിലെ തോൽവി അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഫലം വന്നു, ഇനി മിണ്ടാതിരിക്കാമെന്ന ലൈനിൽ അല്ല കാര്യങ്ങൾ നീങ്ങുന്നതെന്നും രാഹുൽ പറയുമ്പോൾ പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന സന്ദേശം കൂടിയാണ് പ്രതിപക്ഷം നൽകുന്നത്. ശരിയായ തെരഞ്ഞെടുപ്പല്ല നടന്നതെന്നും ഫലം ആശ്ചര്യപ്പെടുത്തിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മഹാസഖ്യത്തിന് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദിയുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനാണ് കോൺഗ്രസ് പോരാട്ടമെന്നും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തുടക്കം മുതൽ ശരിയായ രീതിയിൽ നടക്കാത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിജയിക്കാനായില്ല. ഇന്ത്യ സഖ്യവും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി പരിശോധിക്കുമെന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് ചോരി ആക്ഷേപവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തട്ടിപ്പുമെല്ലാം കണ്ടെത്തുമെന്നും പുറത്തുവിടുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. 243 സീറ്റിൽ 200ലേറെ നേടിയ NDAയുടെ ചരിത്ര വിജയമാണ് ബീഹാറിൽ കണ്ടത്. മഹാസഖ്യമാകട്ടെ തകർന്നടിഞ്ഞ് പോകുകയായിരുന്നു. കഴിഞ്ഞ തവണ 19 സീറ്റുകൾ നേടിയ കോൺഗ്രസ് ഇത്തവണ 6ലേക്ക് കൂപ്പുകുത്തി. RJDയും ഏറെ സീറ്റുകളിൽ പിന്നോട്ട് പോയി എന്ന് കാണാം. തേജസ്വിയുടെ ആശ്വാസ ജയം മാത്രമാണ് സഖ്യത്തിന് എടുത്തു പറയാനുള്ളത്. സഖ്യത്തിനൊപ്പം ചേർന്ന് ഇടതു പാർട്ടികളും പുറകിലേക്കാണ് പോയത്. അതേസമയം മഹാസഖ്യത്തിനേറ്റ മഹാതിരിച്ചടിയുടെ ആഘാതം വലുതാക്കിയതിൽ 3 രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പങ്ക് ചെറുതല്ല എന്ന് കാണാം. അസദുദ്ദീൻ ഉവൈസിയുടെ AIMIM, പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജും മായാവതിയുടെ BSPയും ചേർന്ന് പിടിച്ച വോട്ടുകൾ മഹാസഖ്യത്തെ 70ഓളം സീറ്റുകളിലാണ് തോൽവിയിലേക്ക് നയിച്ചത്. സൗഹൃദ മത്സരം എന്ന പേരിൽ മഹാസഖ്യത്തിലെ പാർട്ടികൾ മത്സരിച്ചിടങ്ങളിലെല്ലാം സഖ്യം തൂത്തെറിയപ്പെട്ടു എന്നും കാണാം. ഇതിനെല്ലാം പുറമെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചതിച്ചത്. മഹാസഖ്യത്തിന്റെ തോൽവിയുടെ ആഘാതം ഇരട്ടിയാക്കിയതിൽ പ്രമുഖ സ്ഥാനമാണ് പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടിക്കുള്ളത്. 40ലധികം ഇടങ്ങളിലാണ് ജൻസ്വരാജ് പാർട്ടി പിടിച്ച വോട്ടുകൾ മഹാസഖ്യത്തെ നിലംപരിശാക്കിയത്. മർഹൌര മണ്ഡലത്തിൽ മാത്രമാണ് ജൻസ്വരാജ് പാർട്ടിക്ക് 2ാം സ്ഥാനത്തെങ്കിലും എത്താനായത്. പക്ഷേ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മേഖലയിലെല്ലാം മഹാസഖ്യത്തിന്റെ കുതിപ്പിനെ പ്രശാന്ത് കിഷോർ പിടിച്ച വോട്ടുകൾ പിന്നോട്ട് വലിച്ചിട്ടു എന്നും പറയേണ്ടി വരും. ശരിയ മണ്ഡലത്തിൽ JDU സ്ഥാനാർത്ഥിയുടെ ലീഡ് 4000-ൽ താഴെയാണ്. 3ാം സ്ഥാനത്തെത്തിയ ജൻസ്വരാജ് പാർട്ടി പിടിച്ചത് 25,000-ലധികം വോട്ടുകളാണ്. കുർഹാനിയിൽ BJP സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 5500-ൽ താഴെയാണെന്നും കാണാം. ജൻസ്വരാജ് പാർട്ടി പിടിച്ചത് 6000-ന് മുകളിൽ വോട്ടുകളാണ്. ജഹാനാബാദിൽ JDU സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 2000 മാത്രമാണ്. ഇവിടെ JSP പിടിച്ചത് 6000-ഓളം വോട്ടുകളാണ്. പാർട്ടി ഉണ്ടാക്കി ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ മുഴുവൻ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി പണമൊഴുക്കിയുള്ള പ്രചാരണത്തിന് എങ്ങനെയാണ് ജൻസ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞതെന്ന് സംശയങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. മഹാസഖ്യത്തിന്റെ വോട്ട് ചോർത്താൻ BJP തന്നെയാണ് പ്രശാന്ത് കിഷോറിന് ഫണ്ട് ചെയ്തതെന്ന ആരോപണം ഇനി കൂടുതൽ ശക്തമാകുമെന്നും പറയാം. പ്രതിപക്ഷ ചേരിക്ക് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ളിടത്തെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് ചോർത്തുന്നുവെന്ന ആരോപണമുന നേരത്തെ നേരിടുന്നയാളാണ് അസദുദ്ദീൻ ഉവൈസി. മുസ്ലിം വോട്ട് പുലർത്തി BJP ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്നയാളെന്ന വിളിപ്പേരുള്ള ഉവൈസി ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. മുസ്ലിം സ്വാധീനമുള്ള മുഴുവൻ മണ്ഡലങ്ങളിലും ഉവൈസിയുടെ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തിറങ്ങി. അതിൽ ചിലർ വിജയിക്കുകയും ചെയ്തു. അതിലേറെ ഇടങ്ങളിൽ മഹാസഖ്യത്തിന്റെ വോട്ട് പുലർത്തി സഖ്യത്തെ തോൽപ്പിക്കാനും ഉവൈസിക്ക് സാധിച്ചു.